പല ഭാഗത്തുനിന്നും സമസ്ത പ്രവർത്തകർക്കെതിരെയൊക്കെ ഭീഷണികളൊക്കെ ഉണ്ട്. പ്രതികാര നടപടികൾ ഉണ്ടാവും. തെരഞ്ഞെടുപ്പിൽ പിന്നെ ലീഗിനെതിരെ തിരിഞ്ഞു എന്നൊക്കെയുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ട്. താങ്കൾ ശ്രദ്ധിച്ചിരുന്നു? ഞാൻ ശ്രദ്ധിച്ചില്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. സമസ്ത പ്രവർത്തകർക്കെതിരെ ആരും ഒരു ഭീഷണിയും മുഴക്കില്ല. സമസ്ത പ്രവർത്തകരെ എതിരിൽ ഏതെങ്കിലും നിലക്കുള്ള ആക്രമണങ്ങളോ മറ്റൊന്നും ഉണ്ടാവില്ല. കാരണം സമസ്ത പ്രവർത്തകർ തന്നെ വിശുദ്ധ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലേ. അവരെന്ത് ബുദ്ധിമുട്ടാക്കാൻ? ഇതിൽ ഈ പൊതു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ സമസ്തയുടെ നേതാക്കൾ തന്നെ കുറച്ചുകൂടെ പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയം പറയുന്നതായിട്ട് തോന്നി. ഇപ്പോൾ ഉമർ ഫൈസും ഒക്കെ ആണെങ്കിൽ ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്നത് പോലെ പ്രത്യക്ഷത്തിൽ തന്നെ വന്നു. അത് ഇതിപ്പോ അയാളോട് ചോദിക്കേണ്ടതാണ്. അയാൾ എന്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ല. ഞാൻ അയാൾ പോലുള്ള നേതാക്കള് മുഖവുമായിട്ട് കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ചപ്പോ ജയരാജൻ പലയിടത്തും കൂടിക്കാഴ്ച നടത്തിയെന്ന് അറിഞ്ഞില്ലേ? കൂടിക്കാഴ്ചപ്പോൾ കാണുമ്പോഴേറ്റൊക്കെ നമ്മളെല്ലാവരും വന്നാലും എല്ലാവരായിട്ടും കൂടിക്കാഴ്ച. അതായത് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞ മാതിരിക്ക് മനുഷ്യ സൗഹാർദ്ദമല്ലേ. സമസ്ത ലീഗ് ബന്ധത്തിൽ ഇങ്ങനെ ഒരു വിള്ളലുണ്ടാവുന്നു. അല്ല, അങ്ങനെ ഒരു വിള്ളലൊന്നും ഉണ്ടായില്ലേ, എനിക്ക് അനുഭവപ്പെട്ടില്ല. താങ്കളിപ്പോ പ്രശ്നത്തിൽ പറഞ്ഞല്ലോ ഈ മദ്രസകളിൽ നിന്നൊക്കെ പലരെയും ഒഴിവാക്കുന്നതായിട്ടൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതൊക്കെ ആരോ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒഴിവാക്കലൊന്നും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞത് അതല്ല. ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ഉണ്ടാവാന്നാ പറഞ്ഞത്. അല്ലാതെ ഉണ്ടാവും എന്നല്ല ഞാൻ പറഞ്ഞത്. അത് പിന്നെ ആരെ കയറ്റി? മതപര അധ്യക്ഷന്മാരല്ലാതെ പിന്നെ മണ്ടന്മാരെ പള്ളി കയറ്റല്. നമ്മളും തെരഞ്ഞെടുപ്പ് ബന്ധമില്ലല്ലോ. നമ്മള് മതത്തിന്റെ ആൾക്കാരല്ലേ. ഈ പൊന്നാനിയിലൊന്നും പഴയ രീതിയിൽ കാണാത്ത രീതിയിലൊരു രാഷ്ട്രീയം അറിയില്ല. അതുകൊണ്ട്